കോഴിക്കോട് അന്തർസംസ്ഥാന ബസ് ഡ്രൈവർമാർക്കെതിരെ CITU നേതാവിൻ്റെ ഭീഷണിയും കൊലവിളിയും. ബസ് ഡ്രൈവർമാരായ പ്രഗീതിനും CITU മുൻ ജോയിന്റ് സെക്രട്ടറി കമറുദ്ദീനുമെതിരെയാണ് CITU സെക്രട്ടറി റഷീദിൻ്റെ ഭീഷണിപ്പെടുത്തൽ. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയില്ലെന്നും സഖാക്കൾ ആരാണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. അനഘ ഹർഷൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനഘ, ഈ ഒരു വിഷയം അതിൻ്റെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടത് ആണ്. കാരണം പരസ്യമായിട്ടാണ് ഭീഷണിപ്പെടുത്തൽ. വീട്ടിൽ കയറി വെട്ടും എന്ന് പോലും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രഗീതിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചതാണ്. പ്രഗീത് പറഞ്ഞത് എല്ലാ ദിവസവും നിരന്തരം ഭീഷണിപ്പെടുത്തലാണ്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇടതുമുന്നണി സർക്കാരാണല്ലോ അധികാരത്തിൽ ഉള്ളത്. അപ്പോൾ ഈ അന്തർ സംസ്ഥാന ബസ് ഡ്രൈവർമാർക്കെതിരെ CITU നേതാവിൻ്റെ ഈ ഭീഷണി, അതിൽ പോലീസ് നിലപാട് എടുക്കുന്നില്ല. ഇനി ജനം TV പോലുള്ള മാധ്യമം ഇതിൽ ഇടപെട്ടാലേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണോ കരുതേണ്ടത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? എന്താണ് അനഘ? അനിൽ നമ്പ്യാർ, അന്തർ സംസ്ഥാന ബസ് നൈറ്റ് ഡ്രൈവർമാരായിട്ടുള്ള പ്രഗീതും അതുപോലെ തന്നെ CITU മുൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള കമറുദ്ദീനുമാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ പരാതി ഉന്നയിച്ചിരിക്കുന്നത് CITU സെക്രട്ടറി ആയിട്ടുള്ള റഷീദ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. ഈ റഷീദ് അയച്ച ഭീഷണി സന്ദേശം, കൊലവിളി പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശവും ഇദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. അതായത് നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കേൾപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അസഭ്യ വർഷമാണ് ഇദ്ദേഹം റഷീദ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് എന്ത് ഒരു പ്രകോപനത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രകോപനം തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നാണ് പ്രഗീതും അതുപോലെ തന്നെ CITU മുൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള കമറുദ്ദീനും പറയുന്നത്. അതായത് നിരന്തരം ഇങ്ങനെ ഇവരുടെ ഫോണിലേക്ക് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം വരികയാണ്. അതായത് ഈ CITU സെക്രട്ടറി ആയിട്ടുള്ള റഷീദ് അതൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് ഈ റഷീദ് പറയുന്നതിനൊപ്പം റഷീദിനെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവർക്കെതിരെ ഈ രീതിയിലുള്ള ഒരു വിരട്ടലും വിലപേശലും ഒക്കെയാണ് ഈ CITU സെക്രട്ടറി ആയിട്ടുള്ള റഷീദ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇവർ കൃത്യമായി തന്നെ ഇത്തരത്തിൽ അയച്ചിരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, സഖാക്കൾ ആരാണെന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി സന്ദേശമാണ് ഇരുവർക്കും അയച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സന്ദേശം ഇവർ ഈ ബസ് ഡ്രൈവർമാരുടെ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിലടക്കം ഇയാൾ ഇങ്ങനെ നിരന്തരം ഇടുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള വാക്കുകളും ഈ അസഭ്യ വർഷവും കേട്ട് മതിയായി എന്നാണ് ഈ പ്രഗീഷും അതുപോലെ കമറുദ്ദീനും ഒക്കെ തന്നെ നമ്മളോട് പറയുന്നത്. ഇതിനെ തുടർന്ന് ഇവർ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പരാതിക്ക് മേൽ കൃത്യമായി നടപടി എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവർ പരാതി ഉന്നയിച്ചിരിക്കുന്ന ഈ റഷീദ് എന്ന് പറയുന്ന ആൾ കൃത്യമായ ഒരു കൊട്ടേഷൻ ബന്ധമൊക്കെ ഉണ്ട് എന്ന് കൂടിയാണ് ഇവർ പറയുന്നത്. നമ്മൾ നടത്തിയ അന്വേഷണത്തിലും അത് തന്നെയാണ് കണ്ടെത്താൻ കഴിയുന്നത്. ഈ CITU സെക്രട്ടറി ആയിട്ടുള്ള റഷീദ് അതൊരു ചെറിയ മീനല്ല. കാരണം കൊട്ടേഷൻ കൊടിസ് അടക്കമുള്ള ആളുകളുമായിട്ട് ഈ റഷീദിന് കൃത്യമായി ബന്ധമുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് ഈ രീതിയിലുള്ള വിരട്ടലും അതുപോലെ തന്നെ കൊലവിളിയുമായി ഇയാൾ ഇറങ്ങുന്നത്. മറ്റൊന്ന്, CITUയിലുള്ള മറ്റംഗങ്ങൾക്ക് പോലും ഇയാളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളും പരാമർശവും കൊണ്ട് തന്നെ CITUയിൽ പ്രവർത്തിക്കുന്ന മറ്റംഗങ്ങൾക്ക് പോലും ഇയാളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുകൂടി CITU മുൻ സെക്രട്ടറി ആയിട്ടുള്ള കമറുദ്ദീൻ പറയുന്നുണ്ട്. ഈ റഷീദിന്റെ ഭീഷണിപ്പെടുത്തലും മറ്റുമൊക്കെ കാരണമായിട്ടാണ് ഈ CITU മുൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കമറുദ്ദീൻ തന്റെ CITU മുൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം പോലും രാജിവെക്കുന്നതിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് CITU പറയുന്നതനുസരിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ഈ റഷീദ് പറയുന്നതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാവരും നിൽക്കണം എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഈ പ്രഗീത് BMSന്റെ നേതാവാണ്. ഈ പ്രഗീതിന് പോലും വലിയ രീതിയിൽ ഇത്തരത്തിൽ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്നാലും പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ നടപടി എടുക്കണം എന്നാണ് പ്രഗീതും കമറുദ്ദീനും പറയുന്നത്. അനിൽ നമ്പ്യാർ, കോഴിക്കോട് അന്തർ സംസ്ഥാന ബസ് ഡ്രൈവർമാർക്കെതിരെ CITU നേതാവിൻ്റെ ഭീഷണിയും കൊലവിളിയും. ബസ് ഡ്രൈവർമാരായ പ്രഗീതിനും CITU മുൻ ജോയിന്റ് സെക്രട്ടറി കമറുദ്ദീനുമെതിരെയാണ് CITU സെക്രട്ടറി റഷീദിൻ്റെ ഭീഷണിപ്പെടുത്തൽ. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയില്ലെന്നും സഖാക്കൾ ആരാണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. അനഘ ഹർഷനാണ് കോഴിക്കോടിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയതിന്.